ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പക്ക കുക്കിംഗ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ബോട്ടി കറിയും ബോട്ടി ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് ആടിൻ്റെ ബോട്ടിയും അതുപോലെ മറ്റുള്ള പാർട്സും നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മുങ്ങി കിടക്കാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 8 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഒരു 8 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ള വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇപ്പം ഇനി ഇത് എളുപ്പമാവും വെന്തത് കൊണ്ട്. അപ്പം ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിലോട്ടുള്ള ഗരം മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട കൂട്ടൊക്കെ ഒന്ന് ആദ്യം വറുത്തെടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ജാതിക്ക എടുക്കുക, പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പെരിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 15ഓളം വറ്റൽമുളക്, പിന്നെ ഒരു 4-5 കഷ്ണം പട്ട, പിന്നെ ഒരു 5-8 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു, പിന്നെ അതുപോലെ തന്നെ തക്കോലം, ഇതൊരു തക്കോലാണ്, പിന്നെ ജാതിപത്രി, ഈ ഒരളവിൽ ജാതിപത്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1.5 കിലോ ബോട്ടിയാണ് എടുത്തിരിക്കുന്നത്. ബോട്ടിയും അതുപോലെ തന്നെ ബാക്കിയുള്ള പാർട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലോട്ട് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, ഗരം മസാല. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ പകുതി റോസ്റ്റ് ചെയ്തെടുക്കും ചെയ്യുന്നുണ്ട്, പകുതി നമുക്ക് കറിയാക്കിയിട്ട് മാറ്റാം. അപ്പം ഇത് എത്ര നേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ പെരിയ ജീരകത്തിൻ്റെ. അതുപോലെ തന്നെ ഒരു മണവും ഇതൊന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ആ പാകം എത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ്. ഞാൻ എടുത്തിരിക്കുന്ന സ്പൂണ്, അതിനൊരു 4 ടേബിൾ സ്പൂണ്. എന്നിട്ട് നമുക്കിതൊരു 1/2 മിനിറ്റ് 30 സെക്കൻഡ് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പം മല്ലിപ്പൊടി നമ്മൾ വറുത്തിട്ടുണ്ട്, ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. മല്ലിപ്പൊടി വറുത്ത് വന്നതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം, അതിനുശേഷം റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിട്ട് കൊടുക്കുകയാണ്. ഇതൊരു മണം വരും, കറിവേപ്പിലയും ആ മുളകും എണ്ണയിൽ കിടന്നിട്ടുള്ളൊരു മണം വരും. അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലോട്ട് 3 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വാടട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴട്ടാം. ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഈ ഒരളവിൽ വെളുത്തുള്ളി അരിഞ്ഞതാണ്, അതുപോലെ തന്നെ ഇത്രയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴണ്ടു, അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ പോയി. നമ്മളിതിലോട്ട് ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി ഞാൻ അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അത് കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം തക്കാളിയും വഴന്നു. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മസാല ഉണ്ടാക്കി വെച്ചതിൽ വറ്റൽമുളകൊക്കെ ചേർത്തിരുന്നു, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഗരം മസാല ഇല്ലേ, അതൊരു 3.5 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത് അധികമൊന്നും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ ആ ഗരം മസാല ഒക്കെ വറുത്തിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആ ഗരം മസാല ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ട് കൊടുക്കാം.
നമ്മൾ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ പകുതി നമുക്ക് റോസ്റ്റ് ചെയ്യും കൂടെ വേണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം വെള്ളം എവിടെയെന്ന് ചിലവർ വിചാരിക്കുന്നുണ്ടാവും. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിതൊരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തു. നമ്മളിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും നമ്മൾ വേവിക്കുക. നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ 2 മിനിറ്റായി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്കിനി തുറന്നിട്ട് ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം എത്രയാണ് നിങ്ങൾക്ക് കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നാലും കറി എപ്പോഴും തിക്കായിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ കറി നല്ല കട്ടിയോടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ചധികം നേരം നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇത് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിലോട്ട് അവസാനമായിട്ട് തേങ്ങാ കൊത്തും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബോട്ടി ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ബോട്ടി ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിപ്പം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവുക വെളിച്ചെണ്ണ. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ തണ്ടില്ലേ അതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഇതൊരു 3 പിടി ഉണ്ടായിരിക്കും. ഇതാദ്യം വാടട്ടെ. അപ്പം ബോട്ടിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ കറി ഉണ്ടാക്കില്ല, അതിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുള്ളി എടുക്കാം. അത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. അപ്പം ഞാനിതിലോട്ട് ചെറുള്ളി ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് മാത്രമേ വെല്ലുള്ളി എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു വലിയ ഉള്ളിയാണ്. അപ്പം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുക്കുക. ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴട്ടാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വഴണ്ടിട്ടിക്കും. അപ്പം ഉള്ളിയൊക്കെ ഒന്നും ഇങ്ങോട്ട് വഴന്നിട്ടുണ്ട്, നന്നായിട്ട് വഴന്നിട്ടില്ല, ഒന്നിട്ട് വഴന്നിട്ടില്ല. ആ ടൈമിൽ നമ്മൾ ഈ ഒരളവിൽ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വാടണം. അപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരും. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ വറ്റൽമുളക് ചേർത്താൽ. മസാലയിൽ ചേർത്തിട്ടുണ്ട്, എന്നാൽ പോലും ഞാനിതിൽ അധികമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലേ, ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട ആ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ആ ഗരം മസാലയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ അല്ല 3/4 ടീസ്പൂൺ ഉണ്ടേ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ്. നമ്മുടെ ബോട്ടി ഫ്രൈൻ്റെ ടേസ്റ്റ് എടുത്ത് കിട്ടുന്ന ഗരം മസാല ഇതാ ഈ ഒരു സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടേബിൾ സ്പൂണാണ്, ഇതാണ് നമ്മുടെ ടേബിൾ സ്പൂണിൻ്റെ അളവ്. അതിന് 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചിലരുടെ കയ്യിലൊക്കെ ഇതിലേറെ വലിയ സ്പൂൺ ഉണ്ടായിരിക്കും, അതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ മസാല ഒക്കെ ഇട്ടപ്പോൾ കുറച്ച് എണ്ണ കുറവായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പം ഞാൻ ആ എണ്ണ ഒഴിച്ചെടുത്തിട്ടും വീണ്ടും ഒരു 2 മിനിറ്റോളം അങ്ങനെ ഇളക്കി കൊടുത്തായിരുന്നു. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ട് കൊടുക്കാം. ബോട്ടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ബോട്ടിലോട്ട് കലരാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ഇളക്കി കൊടുക്കണം തുറന്നിട്ട്. അപ്പം പെട്ടെന്നൊന്നും ആവത്തില്ല കേട്ടോ ബോട്ടി ഫ്രൈ, കാരണം ഇത് ഇരുന്നാണ് റെഡി ആവേണ്ടത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം ഉപ്പ് ഇച്ചിരി കുറവാണ്. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയി. നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചേക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ബോട്ടിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കളർ വരാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ലേ, ഇത് അടയ്ക്കുക, പിന്നെ തുറന്നിട്ട് ഇനി ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലോട്ട് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ നാളികേരക്കൊത്തും ഇട്ടെടുത്തിട്ട് വാങ്ങി വയ്ക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ.